സൂചിപ്പിച്ചതുപോലെ തന്നെ ജീവന്റെ തുടിപ്പ് അതാണ് നമ്മളെ ഈ ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആശ്വസിപ്പിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് പ്രതീക്ഷ നൽകുന്ന വാർത്ത എന്നുള്ളത്. ഒരിക്കലും നമുക്ക് ഇത്തരത്തിലൊരു വാർത്ത കേൾക്കുമെന്ന് പോലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്ത് നിന്നാണ് ഈ 4ാം നാളിൽ ഈ ജീവന്റെ തുടിപ്പ് ലഭിച്ചു എന്നുള്ള വാർത്ത ലഭിക്കുന്നത്. എന്തായാലും MS അനീഷ് കുമാർ നമുക്ക് ഒപ്പം ചേരുകയാണ് മുണ്ടക്കയിൽ നിന്ന്. അനീഷ്, എന്താണ് അവിടുത്തെ സാഹചര്യമായി റഡാർ സിഗ്നൽ ലഭിച്ച സ്ഥലത്തുള്ള പരിശോധന അത് പുരോഗമിക്കുകയാണോ? എന്താണ് പുതിയ അപ്ഡേറ്റ്? 95% ഹാർട്ട് ബീറ്റ്, അതായത് ഹൃദയമിടിപ്പാണ് ലഭിച്ചതെന്ന ഒരു രീതിയിലെ സ്ഥിരീകരണം തന്നെയാണ് ഇവിടുന്ന് ലഭിക്കുന്നത്. പക്ഷേ എന്താണ് മണ്ണിനടിയിൽ ഉള്ളത് എന്നതിനെക്കുറിച്ച് ഇപ്പോഴും അവ്യക്തമാണ്. കുറച്ചു നേരത്തിലധികമായി ഇവർ ഇവിടെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. JCBയും NDRFിലെ ആളുകളും അടക്കം വളരെ അത്ഭുതജനകമായ രീതിയിൽ ആളുകൾക്ക് ഒരു പരിധിവരെ പ്രത്യാശ നൽകുന്ന ഒരു വാർത്ത, ഒരു ശുഭകരമായ പര്യവസാനത്തിലേക്ക് എത്തും എന്നാണ് നമുക്ക് ദിവസങ്ങളായി ഈ ഉരുൾപൊട്ടൽ നടന്ന് ഇതിനുശേഷവും കണ്ടെത്തിയത് അവിശ്വസനീയമാണ് എന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും ഇപ്പോഴും തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച തന്നെയാണ് കാണാൻ കഴിയുന്നത്. അവിടുന്ന് മണ്ണ് നീക്കം ചെയ്യുന്ന രംഗങ്ങൾ, ആഴത്തിൽ ആ ഭാഗം കുഴിച്ചുകൊണ്ടിരിക്കുന്ന രംഗങ്ങളാണ് കാണാൻ കഴിയുന്നത്. 95%-ഓളം സിഗ്നൽ ആ സ്ഥലത്ത് നിന്ന് ലഭിച്ചു എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര അധികം സന്നാഹങ്ങളുമായി ആ സ്ഥലത്ത് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. പട്ടാളത്തിന്റെയും ഒപ്പം NDRFിന്റെയും മറ്റ് സന്നദ്ധ പ്രവർത്തകരും അടക്കമുള്ള എല്ലാ ആളുകളും അവിടെ നിലയുറപ്പിച്ചിരിക്കുന്നു. തികച്ചും പ്രത്യാശാഭരിതമായ ഒരു സിഗ്നലാണ് ലഭിച്ചത്. ആ സിഗ്നലിൽ നിന്നും എന്താണ് പുറത്തു വരാൻ പോകുന്നത് എന്ന ഒരു ആകാംക്ഷ ഇപ്പോഴും നിലനിൽക്കുന്നു. പരിശോധന ആ സ്ഥലത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു വെള്ളമൊഴുകുന്ന ഒരു ചാൽ പോലെയുള്ള ഒരു സ്ഥലം, അവിടെയാണ് പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ചാലിന്റെ ഒരു ഭാഗം, 2 ഭാഗം ആണ്, ആ ഒരു ഓടയാണ്, വെള്ളം ഒഴുകുന്ന ഓട പോലുള്ള ഒരു സാഹചര്യം. അവിടെയാണ് തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഓടയിൽ നിന്നും ആ താഴേക്ക് വെള്ളം ഒഴുകുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആ വെള്ളം ഇപ്പോൾ പൊക്കി മണ്ണുമാന്തി യന്ത്രത്തിന് പൊക്കി പുറത്തേക്ക് എടുക്കുന്നു. അത് ഒരു ഇടത്തേക്ക് ഇട്ട ശേഷം വിശദമായ പരിശോധനകൾ നടത്തും. അതിനുള്ള ഒരുക്കങ്ങളാണ്. ഓരോ തവണ കോരുമ്പോഴും ആളുകൾ ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് ആ മണ്ണുമാന്തി യന്ത്രത്തിന്റെ ബക്കറ്റിലേക്ക് നോക്കുന്നത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. വളരെ ജാഗരൂകരായ കണ്ണുകളോടുകൂടി ആളുകൾ അതിൽ നോക്കി നിൽക്കുന്ന, അതിൽ മുഴുകി ഈ കൃത്യം ചെയ്യുന്ന കാഴ്ച കാണാൻ കഴിയും. ഒരു വിലപ്പെട്ട ജീവനാണ് ലഭിക്കുന്നതെങ്കിൽ അത് ഈ ദുരന്തബാധിത ഭൂമിയിൽ നിന്നുള്ള ഏറ്റവും പ്രത്യാശാഭരിതമായ കാര്യമായി മാറും. കാരണം ഇത്രയധികം ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഉരുൾപൊട്ടലുണ്ടായിട്ട്, ഇത്രയധികം ദിവസങ്ങൾ തെരച്ചിൽ നീളുകയും ചെയ്തിരിക്കുന്നു. അതിനുശേഷം ഇത്തരമൊരു തുടിപ്പ് ലഭിച്ചത് തന്നെ പോസിറ്റീവായ MS അനീഷ് കുമാറാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നമ്മളുമായി പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. മുണ്ടക്കയിലാണ് തെർമൽ ഇമേജ് റഡാർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയിൽ ഒരു സിഗ്നൽ ലഭിച്ചിട്ടുള്ളത്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സിഗ്നലാണ് ലഭിച്ചിട്ടുള്ളത്. അവിടെ ഒരു ജീവന്റെ തുടിപ്പ് നമുക്ക് പ്രേക്ഷകർക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഒരു കലുങ്ക അല്ലെങ്കിൽ കനാലിന് സമാനമായ ഒരു സ്ഥലത്താണ് ഈ ഒരു ജീവന്റെ തുടിപ്പ് അവശേഷിക്കുന്നതായിട്ടുള്ള സിഗ്നൽ ലഭിച്ചത്. അവിടെ ഇപ്പോൾ JCB ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് മാറ്റിക്കൊണ്ടുള്ള പരിശോധന ആണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ അനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ 95% ഹാർട്ട് ബീറ്റ് അവിടെ നിന്ന് ലഭിച്ചിരുന്നു, ആ സിഗ്നലിൽ ലഭിച്ചിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അവിടെ ഒരു ജീവന്റെ തുടിപ്പ് അവശേഷിക്കുന്നു എന്നുള്ളത് നമുക്ക് നിസ്സംശയം ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കും. ഈ തെർമൽ ഇമേജ് റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ശ്വാസം, അനക്കം തുടങ്ങിയവയൊക്കെ നമുക്ക് ഈ റഡാറിൽ വ്യക്തമാകുന്നതാണ്. ഹേർട്ട് ബീറ്റ് വ്യക്തമായിട്ടുണ്ട് എന്നുള്ളതാണ്. 95% ഹാർട്ട് ബീറ്റ് ഉള്ള ജീവനുള്ള ഒരു ജീവൻ അവിടെ അവശേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ അതൊരു മനുഷ്യനാണോ മൃഗമാണോ എന്നുള്ളതൊന്നും നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. പക്ഷെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു വാർത്ത, ഒരു വിലപ്പെട്ട ജീവൻ അത് തിരികെ നമ്മൾക്കിടയിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഉള്ളത്. ആ കാത്തിരിപ്പിലാണ് നമ്മൾ ഉള്ളത്. ആ പോസിറ്റീവായിട്ടുള്ള വാർത്ത ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ നമ്മളിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. അവിടെ ഏറ്റവും വിദഗ്ധ സംഘം അവിടേക്ക് എത്തിയിട്ടുണ്ട്. NDRFിന്റെയും സൈന്യത്തിന്റെയും ഒക്കെ നേതൃത്വത്തിൽ അവിടെ ഇപ്പോൾ പരിശോധന
പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ചെളി മൂടിക്കിടക്കുന്ന മണ്ണിനടിയിൽ ഒരു ജീവന്റെ തുടിപ്പ് അവശേഷിക്കുന്നുണ്ട്. ഓർക്കുക, 4 ദിവസം പിന്നിട്ടിരിക്കുന്നു ഈ മണ്ണിടിച്ചിൽ ദുരന്തം ഉണ്ടായിട്ട്. 4ാം ദിവസം നിർണായകമായ ഊർജിതമായ തെരച്ചിൽ പുരോഗമിക്കുന്നതിനിടയിലാണ് നമുക്ക് ഈ ജീവന്റെ തുടിപ്പ് അവശേഷിക്കുന്നു എന്നുള്ള ഒരു സിഗ്നൽ ലഭിക്കുന്നത്. ഇത് പുഞ്ചിരിമട്ടത്തും മുണ്ടക്കയിലും ചൂരൽമലയിലും ഒക്കെ ഈ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധന നടന്നിരുന്നു. മുണ്ടക്കയിൽ ഈ ഭാഗത്ത് നിന്നാണ് ഒരു ജീവന്റെ തുടിപ്പ് അവശേഷിക്കുന്നു എന്നുള്ള തരത്തിലുള്ള സിഗ്നൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. നമുക്കറിയാം, നേരത്തെ എല്ലാം സൂചിപ്പിച്ചതുപോലെ തന്നെ വൈകുന്നേരമായിട്ടുണ്ട്. 6 മണിയോടുകൂടി അടുക്കുന്നു. ഈ ഒരു 5 മണി കഴിഞ്ഞ ഘട്ടത്തിൽ രക്ഷാപ്രവർത്തനമൊക്കെ അതിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് എത്തിച്ചുകൊണ്ട് ഓരോരോ സംഘങ്ങളായി രക്ഷാപ്രവർത്തകർ തിരികെ മടങ്ങുന്ന ഒരു ഘട്ടത്തിലാണ് ഏറ്റവും പോസിറ്റീവായ പ്രതീക്ഷ നൽകുന്ന ആ ഒരു സിഗ്നൽ ലഭിച്ചു എന്നുള്ള വാർത്ത എത്തിയത്. അതിന് പിന്നാലെ തന്നെ ഏറ്റവും വിദഗ്ധരായിട്ടുള്ള സംഘങ്ങളെല്ലാം അവിടേക്ക് ഇരച്ചെത്തുകയായിരുന്നു. മടങ്ങിപ്പോയവരെല്ലാം വണ്ടികളിൽ തിരികെ ഈ സ്ഥലത്തേക്ക് എത്തുന്നതൊക്കെ നേരത്തെ നമ്മൾ അനീഷ് ദൃശ്യങ്ങളിൽ കാണിച്ചു തന്നതുമാണ്. ആ സ്ഥലത്ത് ഇപ്പോൾ ഏറ്റവും മികച്ച ടീം പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. NDRFന്റെയും സൈന്യത്തിന്റെയും ഒക്കെ നേതൃത്വത്തിൽ പരിശോധന പുരോഗമിക്കുന്നു. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് അവിടെ പുരോഗമിക്കുന്നത്. മണ്ണുമാന്തി മാറ്റുകയാണ്. ആ മണ്ണിനടിയിൽ ജീവന്റെ തുടിപ്പുണ്ട് എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. MS അനീഷ് കുമാർ തുടരുന്നുണ്ട്. അനീഷ്, എന്താണ് ഈ നിലവിലത്തെ സാഹചര്യം? എന്താണ് അധികൃതർ പറയുന്നത്? അവിടേക്ക് ഇപ്പോൾ 2 വാളണ്ടിയർമാർ ഇറങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. JCBയുടെ ബക്കറ്റിൽ ഏറിയാണ് അവർ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ തുരങ്കത്തിനുള്ളിൽ അല്ലെങ്കിൽ ആ ഓടയ്ക്കുള്ളിൽ എന്താണ് എന്ന് പരിശോധിക്കുക തന്നെയാണ് അവരുടെ ലക്ഷ്യം. 3 വാളണ്ടിയർമാർ സന്നദ്ധ പ്രവർത്തകരായി രംഗത്തെത്തിയ 3 സന്നദ്ധ പ്രവർത്തകരാണ് അവർ ആ തുരങ്കത്തിനുള്ളിലേക്ക് ഇറങ്ങി അകത്ത് കയറി പരിശോധന നടത്താൻ ഒരുങ്ങുന്നത്. ആദ്യം ആ ഭാഗത്തെ മണ്ണ് കുറെ അധികം നീക്കം ചെയ്തിരുന്നു. കല്ലുകളൊക്കെ അവിടുന്ന് മാറ്റുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അതിനുശേഷമാണ് നേരിട്ടിറങ്ങി ഒരു ഫിസിക്കലായ പരിശോധന, ഈ യന്ത്രം ഉപയോഗിച്ചുള്ള പരിശോധനയ്ക്ക് അപ്പുറം ഒരു ഫിസിക്കലായ പരിശോധന അവിടെ നടത്തുന്നു. മറുവശത്ത് ആ ഭാഗത്തു നിന്നും ഉള്ള ഓട അടഞ്ഞിരിക്കുന്ന ഭാഗം മറ്റൊരു സന്നദ്ധ സംഘടനാ പ്രവർത്തകരും തെളിക്കുന്ന കാഴ്ചകൾ കാണാം. ഇങ്ങനെയാണ് കൈമയും മറന്നാണ് ഈ ദുരന്ത ഭൂമിയിൽ സന്നദ്ധ പ്രവർത്തകർ, ചെറുപ്പക്കാർ, പരിചയസമ്പന്നരായ ആളുകളെല്ലാം ഇടപെടുന്നത്. അവരുടെയൊക്കെ ഒരു